നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സർവകലാശാലകളെ തകർക്കുന്ന നയസമീപനങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം പി. കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ക്യാമ്പസിൽ ടീച്ചേഴ്സ് കളക്ടീവ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ വിദ്യാഭ്യാസമായിട്ട് എങ്ങോട്ടാണ് പ്രയാണം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ചൂണ്ടുപലകകൾ മാത്രം. ഞാൻ ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് ശേഷം പഠിച്ചത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവിടെ സീതാറാം യെച്ചൂരിയുടെ ആദരവിന് വേണ്ടി അദ്ദേഹത്തെ ആദരിക്കാൻ ആ യൂണിവേഴ്സിറ്റി വാതിലുകൾ തുറന്നിട്ടു. ആദ്യമായിട്ടായിരിക്കും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയുടെ ഭൗതിക ശരീരം അങ്ങോട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ആനയിക്കും. അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് കൊടുക്കുന്നതിനുള്ള. അതിന് തൊട്ട് മുമ്പ് ഞാൻ ചില പരിപാടികൾക്ക് പോയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഒരു യൂണിവേഴ്സിറ്റി ഇങ്ങനെ കൊല്ലുകയാണ്. അതായത് ഇപ്പോൾ അവിടെ ഒരു ഫാൻ മാറ്റിയിടാൻ പൈസ കൊടുക്കില്ല. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഒരു ഫാൻ കേടായി കഴിഞ്ഞാൽ അത് മാറ്റിയിടാൻ വേണ്ടി പൈസ കൊടുക്കും. ആ രീതിയിലേക്ക് ആ യൂണിവേഴ്സിറ്റി 300 അധ്യാപകരുടെ വേക്കൻസി ഉണ്ട്. അതിൽ 150 അധ്യാപകരുടെ വേക്കൻസി ഇതുവരെ നമ്മൾ ഫില്ല് ചെയ്യും. ആ 150 പേരും ഒരു പ്രത്യേക വിശ്വാസധാരയെ നെഞ്ചോട് ചേർത്ത് വിളിക്കുന്ന ആൾക്കാർ. മാധ്യമങ്ങൾ ജനങ്ങളെ ഇരുട്ടിലേക്കാണ് നയിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ എന്തും വിളിച്ചു പറയുമെന്ന അവസ്ഥയിലാണെന്നും ബ്രിട്ടാസ് പറഞ്ഞു. പി ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KP അനീഷ് കുമാർ, പ്രൊഫസർ K ശ്രീജിത്ത്, പ്രൊഫസർ V റീജ, ഡോക്ടർ TK പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.